പഞ്ചാബിൽ ഭീകരാക്രമണ പദ്ധതി തകർത്തു. ലോറൻസ് ബിഷ്ണോയി സംഘാംഗങ്ങളായ 4 പേർ അറസ്റ്റിലായിട്ടുണ്ട്. പട്യാല, പഞ്ച്കുല, മൊഹാലി എന്നിവിടങ്ങളിൽ ആക്രമണ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് പറയുന്നു. വിനീത വിജയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. വിനീത, ഗുഡ് മോർണിംഗ്. അങ്ങനെ വലിയൊരു ഭീകരാക്രമണ പദ്ധതി തകർത്തു എന്നുള്ള വിവരമാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. ഏത് തരത്തിൽ ആക്രമണം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി എന്നുള്ളതൊക്കെ പറയുന്നുണ്ടോ പോലീസ്? വെരി ഗുഡ് മോർണിംഗ് പ്രവിധാൻ ക്രിസ്റ്റീന. പ്രവിധ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു ഭീകരാക്രമണ പദ്ധതി തന്നെയാണ് തകർത്തിരിക്കുന്നത്. അത് ATS ഒപ്പം തന്നെ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് പഞ്ചാബിലെ ഈ ഭീകരാക്രമണ പദ്ധതി തകർത്തിരിക്കുന്നത്. അതിൽ ഒരു ഏറ്റുമുട്ടലിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുകയും ഈ ഏറ്റുമുട്ടലിൽ ലോറൻസ് ബിഷ്ണോയി സംഘത്തിലെ 4 പേരെ ഒടുവിൽ അന്വേഷണ സംഘം അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 പേർക്ക് ഈ ഏറ്റുമുട്ടലിനിടെ പോലീസിൽ നിന്ന് വെടിയേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അത് ഹർവീന്ദർ സിംഗ്, ലഖ്വീന്ദർ സിംഗ്, മുഹമ്മദ് സമീർ, രോഹിത് ശർമ്മ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവരിൽ നിന്ന് പിസ്റ്റലുകളും ഒപ്പം തന്നെ 70 കാഡ്രിഡ്ജുകളും കണ്ടെത്തിയിട്ടുണ്ട്. പട്യാല, പഞ്ച്കുല, മൊഹാലി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച ഈ സംഘം ആക്രമണ പദ്ധതി നടത്തിയിരുന്നതായാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭ്യമായിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് ഇവരെ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തുകയും ഇവരെ ട്രാക്ക് ചെയ്ത് പിന്നാലെ ഇവരെ പിടികൂടുകയുമായിരുന്നു. ഇതിനിടയിലാണ് ഇവർ പോലീസും ATS സംഘവും ഒക്കെ എത്തുമ്പോൾ ഇവർ പോലീസിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചിരുന്നു. തുടർന്ന് വെടിവെപ്പിലേക്കടക്കം കാര്യങ്ങൾ എത്തുകയും ഇതിലാണ് ഈ 4 പേരിൽ 2 പേർക്ക് വെടിയേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലവർ പ്രധാനമായും ഇപ്പോൾ പോലീസ് പറയുന്നത് വിദേശ ഹാൻഡിലറായ ഗോൾഡി ദില്ലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇവർ പ്രവർത്തിച്ചത് എന്നൊരു വിവരം കൂടിയാണ് അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുന്നത്. നമുക്ക് ഡൽഹിയിലേക്കൊക്കെ വരുമ്പോൾ ഈ ഡൽഹി സ്ഫോടനവുമൊക്കെയായി ബന്ധപ്പെട്ട ഈ വൈറ്റ് കോളർ ഭീകര സംഘവും ഒക്കെ ഇത്തരത്തിലേക്കുള്ള ചില വിദേശ ഹാൻഡിലറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പ്രവർത്തിച്ചതെന്നൊക്കെയുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടായിരുന്നു. സമാനമായിട്ടുള്ള ഒരു നീക്കമാണോ ഈ പഞ്ചാബിലും നടന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നത്. ഒരു വിദേശ ഹാൻഡിലറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇവർ ഇത്തരത്തിലേക്കുള്ള ആക്രമണ പദ്ധതികൾ നടത്തിയിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭ്യമായിട്ടുണ്ട്. വളരെ വിശദമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. പ്രവിധ. ശരി, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.